ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സെൻസസിനെ പറ്റി പഠിക്കാം. ആദ്യം തന്നെ സെൻസസ് 2011 എങ്ങനെ പെട്ടെന്ന് ഓർക്കാം, അതിൻ്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ നമ്പേഴ്സ് ഓർത്ത് വയ്ക്കാം: 121, 74, 382, 943. അപ്പോൾ 2011 ഇന്ത്യയുടെ സെൻസസ് നടത്തിയപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയായിരുന്നു? 1.21 ബില്യൺ ആയിരുന്നു. എത്രയായിരുന്നു? 1.21 ബില്യൺ ആയിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ ആ സമയത്ത് 2011. ഇനി ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് എത്രയായിരുന്നു? ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് ഉണ്ടായിരുന്നത് 74.04% ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ്. ഇനി ആ സമയത്ത് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 382 പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയായിരുന്നു? 382. ഇനി സെക്സ് റേഷ്യോ ഉണ്ടായിരുന്നത് 943 സെക്സ് റേഷ്യോ. ഇതെങ്ങനെ ഓർത്ത് വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ ഓർത്ത് വെക്കുന്ന അറിയോ? സപ്പോസ് ഒരു 121 പിള്ളേർ പഠിക്കുന്ന ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു. 121 പിള്ളേർ പഠിക്കുന്ന ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു. ഈ ക്ലാസ് റൂമിൽ വെറും 74 പേര് മാത്രമേ പാസ്സായുള്ളൂ. ഓക്കെ, ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എത്ര? 1.21 ബില്യൺ. ഓക്കെ, ഇനി എത്ര ലിറ്ററസി റേറ്റ് ആയിരുന്നു? 74.04%. ഇനി പാസ്സായ പിള്ളേരിനെ ഒരു ഹാളിലേക്ക് മാറ്റി. ആ ഹാളിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 382 സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഹാളിന്റെ കപ്പാസിറ്റി ആയിരുന്നു 382 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയായിരുന്നു? 382. ഓക്കെ, പാസ്സായ പിള്ളേരെ എവിടേക്ക് മാറ്റി? ഒരു സെപ്പറേറ്റ് ഹാളിലേക്ക് മാറ്റി. അവിടെ കപ്പാസിറ്റി ഉണ്ടായിരുന്ന എത്ര? 382 സീറ്റുകളായിരുന്നു. ഈ സ്കൂളിൽ 74 പേര് പാസ്സായല്ലോ. അങ്ങനെ ഈ നഗരം മൊത്തമുള്ള സ്കൂളുകളുടെ കണക്ക് എടുത്തപ്പോൾ അവിടെ കണ്ടത് 1000 മെയിൽസിന് 943 1000 മെയിൽസ് ഉണ്ടായിരുന്നു, 943 ഫീമെയിൽസ്. ഓക്കെ, ഇത് ഓർത്താൽ മതി. 121 ക്ലാസ്സിൽ വെറും 74 പേര് പാസ്സുള്ളൂ. 121 1.21 ബില്യൺ ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഉണ്ടായിരുന്നത് 2011. അപ്പോൾ വെറും ലിറ്ററസി റേറ്റ് ഉണ്ടായിരുന്നത് 74.04 ആയിരുന്നു. ഈ 74 പേരെ 382 സീറ്റുള്ള ഒരു ഹാളിലേക്ക് മാറ്റി. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 382 ആയിരുന്നു. ഇനി ആ നഗരം മൊത്തം എത്ര പേര് പാസ്സായി കണക്കെടുത്തപ്പോൾ ദാറ്റ് ഈസ് ജസ്റ്റ് 1000 മെയിൽസിന് 943 ഫീമെയിൽസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഡെപ്തിൽ പോകാം. 2011 ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1.21 ബില്യൺ. ഇത് തന്നെയാണ് 1210.2 മില്യൺ എന്ന് പറയുമ്പോൾ. ഇനി ഇതിൽ മെയിൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 51.54%. 51.54% മെയിൽ പോപ്പുലേഷനും. ഇനി ഫീമെയിൽ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 48.46% ഫീമെയിൽ പോപ്പുലേഷനാണ്. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ 2011 ദാറ്റ് ഈസ് 1.21 ബില്യൺ ആയിരുന്നു. ഈ 1.21 ബില്യണിൽ 51.54% മെയിലായിരുന്നു, 48.46% ഫീമെയിൽ ആയിരുന്നു. 5 2 തവണ വരുന്നുണ്ട്. അതേപോലെ തന്നെ 4 2 തവണ വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 51.54, 48.46. ഓക്കെ, ഇനി ഇതിൻ്റെ സംഖ്യ പറയുമ്പോൾ ദാറ്റ് ഈസ് 623.7 മില്യൺ മെയിൽസ് ഉണ്ടായിരുന്നു. അതുപോലെ ഫീമെയിൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 586.46. ഓക്കെ, ഈ 46 ഇവിടെയുണ്ട്, ഈ 46 ഇവിടെയുണ്ട്. ഓക്കെ, 46 ഇവിടെ, 46 ഇവിടെ, 48.46%. അതുപോലെ തന്നെ 586.46%. ഇല്ല, 586.46 മില്യൺ. ഓക്കെ, അപ്പോൾ 2011 ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ 586.46 മില്യൺ ഫീമെയിൽസ് ഉണ്ടായിരുന്നു, 623.7 മില്യൺ മെയിൽ ഉണ്ടായിരുന്നു. ടോട്ടൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1.21 ബില്യൺ ആയിരുന്നു. ദാറ്റ് ഈസ് 1210.2 മില്യൺ, 1210.2 മില്യൺ. ഇനി ക്വസ്റ്റ്യൻ ജനറലായിട്ട് ചോദിക്കാം, മെയിൽ പെർസെൻറ്റേജിൽ എത്രയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എളുപ്പമാണല്ലോ. 51. ഞാൻ പറഞ്ഞു
5-4 ഓർമ്മ വരുന്നുണ്ടാവില്ല, പക്ഷെ 50 കഴിഞ്ഞിട്ട് ഒരു 5 ഞാൻ പറഞ്ഞില്ലേ, 5 രണ്ടാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 51.54 5 എന്ന് പറഞ്ഞ ഓപ്ഷൻ മാർക്ക് ചെയ്തോ. അത് ഫീമെയിൽ പോപ്പുലേഷൻ ആണെച്ചല്ലോ, ഞാൻ പറഞ്ഞു 2-4 വരുന്നെന്ന് പറഞ്ഞു, 48.4 എന്ന് മാർക്ക് ചെയ്തോ. ഓക്കെ, ഡൺ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനം, അതാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശിൽ ഇന്ത്യയുടെ 16% ഇന്ത്യയുടെ പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. ആൻഡ് അപ്പ് നെക്സ്റ്റ് ഈസ് ബീഹാർ. അതാണ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഹയസ്റ്റ് ഉള്ള ഇന്ത്യയുടെ സ്റ്റേറ്റ്സ്. ആദ്യം എന്താണ്? ഉത്തർപ്രദേശ്, 16% ഉത്തർപ്രദേശ്, അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര, അത് കഴിഞ്ഞിട്ട് ബീഹാർ. ഓക്കെ, ഈ 16% എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 19.9 ക്രോർ ആൾക്കാരുണ്ട്. 19.9 ക്രോർ ആൾക്കാർ യു പിയിൽ ഉണ്ട്. ഇനി മഹാരാഷ്ട്രയിൽ പറയുമ്പോഴോ 11.24 ക്രോർ. ബീഹാറിൽ പറയുമ്പോഴോ ദാറ്റ് ഈസ് 9.13 ക്രോർ. എനിക്ക് ജനറലി 19.9 ഓർമ്മയുണ്ട്, മഹാരാഷ്ട്രയിൽ 11.2 ഓർമ്മയുണ്ട്, ബീഹാറിൽ 9% ഓർമ്മയുണ്ട്. ഓക്കെ, കാരണം നോക്ക് 9 റിപ്പീറ്റ് ചെയ്യും, ദെൻ 11.2, 2 × 2 4, പിന്നെ 9 1 3. ഇനി ലോവസ്റ്റ് എവിടെയെന്ന് നോക്കുമ്പോഴേ ലോവസ്റ്റ് ഉള്ളത് സിക്കിമിലാണ് ഏറ്റവും കൂടുതൽ കുറവ്. 6 ലക്ഷം വരെ സിക്കിമിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് മിസോറം. മിസോറത്തിൽ വെറും 10 ലക്ഷം ആൾക്കാർ. ഓക്കെ, ഇനി യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും കൂടുതലുള്ളത് ഡൽഹിയിലാട്ടാ. ഡൽഹിയിൽ ഓൾമോസ്റ്റ് 1.6 കോടി ആൾക്കാർ ഡൽഹിയിലുണ്ട്. ഓക്കെ, ഇനി ഏറ്റവും കുറവ് ഇതാണ് ഹയസ്റ്റ്. ഏറ്റവും കുറവുള്ളത് നമ്മുടെ ലക്ഷദ്വീപിൽ, തൊട്ടപ്പുറത്തുള്ള ലക്ഷദ്വീപിൽ. ലക്ഷദ്വീപിൽ വെറും 64,000 പേരുള്ളൂ. ലോവസ്റ്റ് യൂണിയൻ ടെറിട്ടറി കേസ് കേട്ടാ, ലോവസ്റ്റ് ലക്ഷദ്വീപ് വെറും 64,000 പേരോ ലക്ഷദ്വീപിലുള്ളൂ ആ ഈ സമയത്ത് 2011 സെൻസസ് പ്രകാരം. ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ താനെ ഡിസ്ട്രിക്റ്റിലാട്ടാ. താനെ ഡിസ്ട്രിക്ട്. ഈ താനെ ഡിസ്ട്രിക്റ്റിൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര ഇവിടെയാണ് ഏറ്റവും ഹയസ്റ്റ് ഉള്ളത്. ഈ ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്. ഇനി ഏറ്റവും ലോവസ്റ്റ് ഉള്ളത് ദിബാങ് വാലി. ദിബാങ് വാലിയിലാണ് ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ളത്, പോപ്പുലേഷൻ ഉള്ള ഡിസ്ട്രിക്ട്. ഓക്കെ, ഇതിലുള്ള ദിബാങ് വാലിയുള്ള അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് അവിടെ ഉള്ളത് വെറും 7,000 പേര് സംതിങ് എന്തോ ഉള്ളൂ ആ ഡിസ്ട്രിക്റ്റിൽ. ഇനി നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി കിടക്കാം. ഞാൻ പറഞ്ഞു 121 പേരുള്ള ക്ലാസ്സിൽ വെറും 74 പേര് പാസ്സായുള്ളൂ. ഈ 74 പേര് പിടിച്ച് വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റി, ഒരു വലിയൊരു ഹാളിലേക്ക് മാറ്റി. ആ ഹാളിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 382 ആയിരുന്നു ഹാളിന്റെ കപ്പാസിറ്റി. അപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി പറഞ്ഞാൽ 382. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് വെറും 382, ഓക്കെ, പെർ സ്ക്വയർ കിലോമീറ്റർ. എന്ന് വെച്ചാൽ 382 ഇൻഡിവിജ്വൽ പെർ സ്ക്വയർ കിലോമീറ്റർ എന്നാണ്. ഇത് 2011 സെൻസസ് പ്രകാരം. ഇനി 2001 സെൻസസിൽ പറയുമ്പോൾ അത് വെറും 325 പേരായിരുന്നു പെർ സ്ക്വയർ കിലോമീറ്റർ. ഇത് 2001 സെൻസസ് പ്രകാരം. ഈ 382 എങ്ങനെ ഓർക്കാൻ പറയുമ്പോഴേ 2 3 അത് കഴിഞ്ഞിട്ട് നേരിട്ട് 8ലേക്ക് പോയി. 2 3 വന്നപ്പോൾ 8ന്റെ പണി കിട്ടി. തൊട്ടപ്പുറത്തേക്കാണ് 2 3 വന്നപ്പോൾ 8ന്റെ പണിയായി. അപ്പം 382. ഇനി ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള എവിടെ അറിയോ? ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ബീഹാർ. ഒരു സ്ക്വയർ കിലോമീറ്റർക്ക് അവിടെ 1106 പേരുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വെസ്റ്റ് ബംഗാൾ. അവിടെയുള്ള 1028 പേരും. ഇത് ഹയസ്റ്റ് ഉള്ള സ്റ്റേറ്റ് ആട്ടാ. ഇനി സ്റ്റേറ്റിൽ തന്നെ ലോവസ്റ്റ് ഉള്ള ഏറ്റവും കുറവുള്ള അരുണാചൽ പ്രദേശിൽ. അരുണാചൽ പ്രദേശ് അവിടെ വെറും 17 പേര്. മിസോറത്തിലാകട്ടെ, അത് കഴിഞ്ഞിട്ട് മിസോറം 52 പേര്. ഇത് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിൽ. എന്താ അറിയില്ല, അവിടെ ആരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ ബീഹാറിൽ വെറും 1106 വന്നുള്ളൂ. ഡൽഹി ആയപ്പോഴേ 11320 11,320 ഡൽഹി ആയപ്പോൾ.
നാഷണൽ ക്യാപിറ്റൽ അല്ലേ. ഇനി ഏറ്റവും കുറവ് എന്ന് പറയുമ്പോൾ ഇത് ഹയസ്റ്റ് ആട്ടാ, ഡൽഹി ഹയസ്റ്റ്. യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഡൽഹിയിലും ഏറ്റവും കുറവുള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലും. ആൻഡമാൻ ആൻഡ് നിക്കോബാറിലും. ആൻഡമാൻ നിക്കോബാറിൽ വെറും 46 പേരുള്ളൂ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ. ഇനി ഡിസ്ട്രിക്റ്റിന്റെ കേസ് നോക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഡൽഹിയിലല്ലേ പിടിച്ചിരിക്കുന്നത്. എന്താ 11,000 പേരൊക്കെ ഡൽഹിയിലത്തെ ഡിസ്ട്രിക്റ്റ് ഏതാ? ന്യൂഡൽഹി. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഹയസ്റ്റ്. ഇനി ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദിബാങ് വാലി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ദിബാങ് വാലി ഇതാണ് ലോവസ്റ്റ്. ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ള ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഡിബാങ് വാലിയ. ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള ഡിസ്ട്രിക്റ്റ് വെച്ചാൽ അതും ഡിബാങ് വാലിയ. ഈ ഡിബാങ് വാലി ഇവിടെ അരുണാചൽ പ്രദേശിൽ വെറും ഒരു സ്ക്വയർ കിലോമീറ്റർ എത്ര ആൾക്കാർ ജീവിക്കുന്നു? വെറും 17 ആൾക്കാരെ ജീവിക്കുന്നുള്ളൂ. അവിടെ ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. ഇനി ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാ? അത് നമ്മുടെ സിക്കിം ആട്ടാ. സിക്കിം ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലും. അപ്പൊ ഇന്ത്യയുടെ 2011 സെൻസസ് പ്രകാരം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടായിരുന്നത് 382 സ്ക്വയർ ഇൻഡിവിജ്വൽ പെർ സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. ഇത് 2011 382. ഇനി 325 എപ്പോഴത്തായിരുന്നു? 2001 ഇൻഡിവിജ്വൽ പെർ സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ, ഇനി 382 325. ഇനി ബീഹാറിന് എത്ര പറഞ്ഞേ? ബീഹാറിന്റെ 1106. ഓക്കെ, ഇനി ഡൽഹിയുടെ എത്ര പറഞ്ഞ 11,320. ഇനി വെറും നമ്മുടെ ഏറ്റവും കുറവുള്ള അരുണാചൽ പ്രദേശിൽ എത്ര പേരുണ്ട്? വെറും 17 ആൾക്കാർ. ഓക്കെ, പെർ സ്ക്വയർ കിലോമീറ്റർ. ഏറ്റവും കൂടുതലുള്ള ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ഡൽഹിയാണ്, ന്യൂഡൽഹിയാണ്. ഏറ്റവും കുറവുള്ള ദിബാങ് വാലിയിലാണ്. ഇനി പോപ്പുലേഷൻ ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ പോപ്പുലേഷൻ 121 121 പിള്ളേരിനെ ആലോചിക്കാൻ പറഞ്ഞു. ദാറ്റ് ഈസ് 1.21 ബില്യൺ. ഈ 1.21 ബില്യണിൽ 5 വരും. 51.54. അതുപോലെ 48 വരും. 48.46% ഫീമെയിൽസും 51.54% മെയിൽസും. ഈ മെയിൽസിൽ 623.7 മില്യൺ ആണ് മെയില്. ഇനി ഫീമെയിലുള്ള 586.46 ഫീമെയിൽ. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അവിടെ 19.9% പോപ്പുലേഷൻ ഉണ്ട്. അത് ഇന്ത്യയുടെ 16%. അടുത്ത മഹാരാഷ്ട്ര, അതിൻ്റെ ബീഹാർ. ഏറ്റവും കുറവുള്ള സിക്കിമിൽ, അതിൻ്റെ മിസോറം. ഇനി യൂണിയൻ ടെറിട്ടറി വരുമ്പോൾ ഏറ്റവും കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറി ഡൽഹിയാണ്. ഏറ്റവും കുറവുള്ളതെന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ്. വെറും 64,000 പേരുള്ളൂ. ഈ ഡിസ്ട്രിക്ട് എടുക്കുമ്പോൾ താനെ ഡിസ്ട്രിക്ട്, മഹാരാഷ്ട്രയിൽ താനെ ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ. ഏറ്റവും കുറവുള്ള ദിബാങ് വാലിയാണ് അരുണാചൽ പ്രദേശ്. ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളതും ഏറ്റവും കുറവ് പോപ്പുലേഷൻ ഉള്ള ഡിസ്ട്രിക്റ്റ് ചോദിച്ചാൽ ദിബാങ് വാലി. ഇനി അടുത്തത് റൂറൽ അർബൻ പോപ്പുലേഷനാണ്. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റൂറൽ കേസിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത് ഗ്രാമീണ പ്രദേശം ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്. അവിടുത്തെ പോപ്പുലേഷൻ തന്നെ 19.9 മില്യൺ അല്ലേ. അപ്പോൾ ഇത്രയധികം ആൾക്കാരുള്ളപ്പോൾ ഒബ്വിയസ്ലി ഗ്രാമീണ ഏരിയാസും കൂടുതലുണ്ടായിരിക്കും. ഇനി സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ബീഹാറിലും, അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളിലും. ഇനി അർബൺ ഏരിയാസ് കണക്കെടുക്കുമ്പോൾ ആദ്യം ഞാൻ ഗ്രാമീണ പ്രദേശങ്ങൾ കണക്ക് പറഞ്ഞുതരാം. ലോവസ്റ്റ് ഉള്ളത്, ഏറ്റവും കുറവുള്ളത് സിക്കിമിലാട്ടാ. സിക്കിമിൽ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ കുറവുള്ള സ്റ്റേറ്റ് സിക്കിം തന്നെയായിരുന്നു. സിക്കിം. അതുകഴിഞ്ഞിട്ട് മിസോറം. രണ്ടാമത്തെ കുറവുള്ള സംസ്ഥാനം ഏതായിരുന്നു? മിസോറം. അവിടെയാണ് ഏറ്റവും കുറവ് റൂറൽ ഏരിയ. സെക്കൻഡ് കുറവുള്ള മിസോറം. അത് കഴിഞ്ഞിട്ട് ഗോവയെ പറ്റി ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ഏരിയ ഉള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഗോവ. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ഏരിയ, ഏറ്റവും കുറവ് ഏരിയ ഉള്ള സ്റ്റേറ്റ് ഏതാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഗോവ. ഓക്കെ, ഇനി അടുത്ത അർബൻ നഗരങ്ങളുടെ സിറ്റീസിന്റെ കണക്കിൽ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര. ഹയസ്റ്റ് നോക്കുമ്പോൾ മഹാരാഷ്ട്ര ഒന്നാമത് വരുന്നത്. മഹാരാഷ്ട്ര. അത് കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശ് കേട്ടാ. ഉത്തർപ്രദേശ് ഭയങ്കരമായിട്ട് വലിയതും പിന്നെ അവിടെ ഒരുപാട് 19.9 മില്യൺ ആൾക്കാർ താമസിക്കുന്നല്ലേ. ഒബ്വിയസ്ലി അവിടെ ഏറ്റവും കൂടുതൽ അർബൺ ഏരിയാസ് ഉണ്ടാവും. ഒബ്വിയസ്ലി റൂറൽ ഏരിയാസിൽ ഉത്തർപ്രദേശ് ആണ് നമ്പർ 1. ഇവിടെ അർബൺ ഏരിയാസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് തമിഴ്നാടുമാണ്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, തമിഴ്നാട്. ഇനി ഏറ്റവും കുറവ് ലോവസ്റ്റ് നഗരങ്ങൾ, അർബൺ ഏരിയാസ് ഉള്ളത് ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ ഒരാൾ കേട്ടാ.
രണ്ടാളുണ്ട്, സിക്കിമുണ്ട്, മിസോറം ഉണ്ട്, ഇതിലുണ്ട്. ഇവിടെ സിക്കിമുണ്ട്, പക്ഷെ ഇവിടെ രണ്ടാമത് വരുന്നത്, നേരത്തെ രണ്ടാമത് മിസോറം ആയിരുന്നല്ലോ, ഇവിടെ രണ്ടാമത് വരുന്നത് മിസോറം അല്ല, ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. അത് കഴിഞ്ഞിട്ടാണ് മിസോറം വരുന്നത്. മിസോറം. ഓക്കെ. ഇനി പേഴ്സൻറ്റേജ് വൈസ് ഉണ്ട് കേട്ടോ. പേഴ്സൻറ്റേജ് വൈസ് നമുക്ക് നോക്കുമ്പോൾ റൂറൽ ഏരിയാസ്, പേഴ്സൻറ്റേജ് വൈസ് റൂറൽ ഏരിയാസ് ഏറ്റവും കൂടുതലുള്ളത് ഹിമാചൽ പ്രദേശിലാട്ടാ. ഹിമാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് വൈസ് റൂറൽ ഏരിയാസ് ഉള്ളത് ഹിമാചൽ പ്രദേശിലും, ഏറ്റവും കൂടുതൽ അർബൻ ഉള്ളതും ഗോവയിലാട്ടാ. പേഴ്സൻറ്റേജ് വൈസ് ഏറ്റവും കൂടുതൽ ഹിമാചൽ പ്രദേശിൽ എത്ര 89.9% ഹിമാചൽ പ്രദേശിലെ റൂറൽ ഏരിയാസ് ആണ്. ഇനി ഗോവയിൽ 62.17% അവിടെയുള്ള നഗരങ്ങളാണ്, സിറ്റീസാണ്. ഓക്കെ, അർബൻ ഏരിയാസ് ആണ്. ഓക്കെ, നമുക്ക് ഗ്രോത്ത് റേറ്റിലേക്ക് കിടക്കാം. ഗ്രോത്ത് റേറ്റ് ഇന്ത്യയുടെ 2001 മുതൽ 2011 വരെ ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ, ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് പറയുമ്പോൾ അത് ജസ്റ്റ് 1.64%. ഓക്കെ, 1.64%. ഇനി ഡെക്കേഡൽ എന്ന് പറയുമ്പോൾ 10 വർഷം കൂടുമ്പോൾ ഉള്ള ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ചോദിച്ചാൽ അത് 17.64%. ആനുവൽ ആവറേജ് ചോദിച്ചാൽ 1.64%, ഡെക്കേഡിൽ ചോദിച്ചാൽ 17.64%. ഈ ഗ്രോത്ത് റേറ്റിൽ 17.64, 10 വർഷത്തിൽ കൂടിയല്ലോ. ഇതിൽ മെയിൽസിന്റെ ഗ്രോത്ത് റേറ്റ് എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെയിൽസിന്റെ ഗ്രോത്ത് റേറ്റ് 17.19. ഇനി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായത് ഫീമെയിൽസിനാണ്. ദാറ്റ് ഈസ് 18.12%. ഓക്കെ, ഇനി എങ്ങനെ ഓർത്ത് വെക്കാന്ന് ചോദിച്ചാലേ 1.64 ഇത് ഓർത്ത് വെച്ചാൽ പറ്റൂ. ആനുവൽ ആവറേജ് ഗ്രോത്ത് റേറ്റ് 1.64 വെച്ചാൽ ഇനി ഈ 6.4 ഇതിലും വന്നു, 6.4 തന്നു. 6 കഴിഞ്ഞിട്ട് എന്താ അടുത്ത് വരുന്നത് 7. ഒബ്വിയസ്ലി പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഡിക്കേഡിൽ 10 ഉണ്ടാവുമല്ലോ, അതിൽ 6 കഴിഞ്ഞ് 7 വന്നു, ദെൻ ഒരു 1 തൊട്ട് എടുത്തു. ഓക്കെ, ഇതിൽ 17.1% മെയിൽസും 18.1%, അതൊക്കെ 17.1 വരെ ഓർത്താൽ മതി, 18.1 വരെ ഓർത്താൽ മതി. ഓക്കെ, ഫീമെയിൽസും. ഇനി ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഉള്ള എവിടെ, ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാന്ന് ചോദിക്കും. ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അവിടെ മേഘാലയ കേട്ടാ. ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള സ്റ്റേറ്റ് മേഘാലയ, എന്തോ 27.9% അവിടുത്തെ. ഓക്കെ, ഇനി ലോവസ്റ്റ് ചോദിക്കും. ലോവസ്റ്റ് സ്റ്റേറ്റ് ചോദിച്ചാൽ അതും ഒരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് തന്നെയാണ്, അവിടെ നാഗാലാൻഡ്. ഇനി നാഗാലാൻഡ് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ വെച്ചാൽ ഇവിടത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് വാസ് -0.47%. ഇമ്പോർട്ടൻ്റ് ആണ്, -0.47%, മൈനസ് നെഗറ്റീവിലാണ് അവിടെ. ഓക്കെ, ഗ്രോത്ത് റേറ്റ് എന്നുവെച്ചാൽ കുറഞ്ഞു. അപ്പോൾ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ളതെന്ന് വെച്ചാൽ മേഘാലയ, ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ നാഗാലാൻഡ്. ഹയസ്റ്റ് മേഘാലയ, ലോവസ്റ്റ് നാഗാലാൻഡ്. എങ്ങനെ ഓർത്ത് വെച്ചാൽ ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ എന്താ, വളർച്ച. വളർന്ന് മേഘം വരെ എത്തി. വളർന്ന് എവിടെ വരെ എത്തി, മേഘം വരെ എത്തി, മുകളിൽ മേഘം വരെ എത്തി. അപ്പോൾ ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടുതൽ മേഘാലയയിൽ. ഇനി ഏറ്റവും കുറവുള്ളത് എവിടെയാ, നാഗങ്ങളുടെ ഇടയിലാണ് ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് ഉള്ളത്. നാഗങ്ങൾ എപ്പോഴും ഒരു ഗുഹയുടെ ഉള്ളിലാണ് താമസിക്കുക. ഗുഹയുടെ ഉള്ളിൽ അവൻ പോയി, അപ്പോൾ അവന് ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു. താഴത്തോട്ടാവൻ പോയത്, മേലോട്ട് പോയവൻ മേഘാലയ വരെ എത്തിയവൻ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റും, കുഴിയിലെ ഉള്ളിലോട്ട് പോയി മാളങ്ങളുടെ ഇടയിൽ പോയ പാമ്പിനോ നാഗത്തിനോ ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റും. ഓക്കെ, ഇനി എന്താണ് അടുത്ത്, യൂണിയൻ ടെറിട്ടറി കേസിൽ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോൾ ദാദ്ര ആൻഡ് നാഗർ ഹവേലി. ഡാഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഈ ഡാഡി ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദാദ്ര ആൻഡ് നാഗർ ഓപ്ഷൻസ് വരുമല്ലോ, ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള യൂട്ടി വെച്ചാൽ ഈ ഡാഡ് ഓർത്ത് വെച്ചാൽ മതി. ഇനി ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ് ഉള്ള, ലക്ഷദ്വീപിലാണ് യൂണിയൻ ടെറിട്ടറി ഏറ്റവും ലോവസ്റ്റ്. ലക്ഷങ്ങളുള്ളവന് പിന്നെ എന്തിനാ വളരേണ്ട ആവശ്യം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഉള്ളത് കുറുങ് കുമേ വാലി. ഇത് അരുണാചൽ പ്രദേശിലാണ്. അവിടെ 111% വളർച്ച ഉണ്ടായിട്ടുള്ളത്.
ഓക്കെ, ഹയ്യസ്റ്റ് ആട്ടോ അത്. ഹയ്യസ്റ്റ് ഇതെവിടെയുള്ളത്? അരുണാചൽ പ്രദേശിലും. ലോവസ്റ്റ് ഉള്ളത് ലോങ് ലെങ്. ലോങ് ലെങ് ഇത് നാഗാലാൻഡിലൊരു സ്ഥലം. ഇവിടെ -58% വളർച്ച കുറഞ്ഞത്. മൈനസിൽ ഇത് ലോവസ്റ്റ്. ഓക്കെ, ഇനി ഈ ഡിസ്ട്രിക്റ്റ് എങ്ങനെ ഓർത്തു വെക്കാന്ന് പറയുമ്പോഴേ, ഇവിടെ കേക്കേന്ന് വന്നല്ലോ. കേക്കേന്ന് പറയുമ്പോൾ അവിടെ ഇത്തിരി കളി കൂടിപ്പോയി, അതാണ് പ്രശ്നം ഉണ്ടായത്. ഓക്കെ, ഇനി ഇവിടെ ലോങ് ലെങ്. ലോങ് ലെങ് ഓക്കെ, കുറവുള്ള ഇവിടെ ലോങ് ലെങ്. ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ എളുപ്പമായില്ലേ. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ ആനുവൽ ആവറേജ് എന്ന് പറയുമ്പോൾ 1.64. ഈ 64 ഓർത്ത ഡെക്കേഡിലും 10 വർഷം കൂടുമ്പോഴും അതും പറയാം 17.64. ഇനി ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മെയിൽസിലുണ്ടായിരുന്നത് 17.1, ഫീമെയിൽസിലുള്ള 18.1. 17.64 ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനെ പറ്റി വർഷം മെയിൽസ് 17.1, ഫീമെയിൽ 18.1. ഇനി ഹയസ്റ്റ് ഉള്ളത് ഞാൻ പറഞ്ഞു, ഗ്രോത്ത് റേറ്റ് വളർന്ന് മേഘം വരെ എത്തി. മേഘാലയ അവിടെയാണ് ഏറ്റവും കൂടുതൽ. ഇനി ഏറ്റവും കുറവുള്ളവൻ മാളത്തിന്റെ അടിയിൽ പോയുള്ളവൻ ഏറ്റവും കുറവുള്ളത്. ദാറ്റ് ഇസ് നാഗാലാൻഡ്. നാഗമാണ് മാളത്തിന്റെ അടിയിൽ പോകുക. ദാറ്റ് ഇസ് നാഗാലാൻഡ്. ഇനി യൂണിയൻ ടെറിട്ടറി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാഡിന് പറഞ്ഞാൽ മതി. ഡാഡ് ഈസ് ഹോം. ഡാഡ് ഉള്ള സ്ഥലം ദാദ്ര ആൻഡ് നാഗർ ഹവേലി. ഇനി ലോവസ്റ്റ് ലക്ഷങ്ങളുള്ളവന് ഇതിനാ പിന്നെ വേറെ വളർച്ച. ദാറ്റ് ഈസ് ലക്ഷദ്വീപ്. ഡിസ്ട്രിക്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെ കളി കൂടിപ്പോയി. ദാറ്റ് ഈസ് കുരും കുമേ വാലി. ദാറ്റ് ഈസ് ഇതെവിടെയുള്ള അരുണാചൽ പ്രദേശിലും. ലോങ്ലി എവിടെയുള്ള ദാറ്റ് ഈസ് നാഗാലാൻഡിലും. ഇവിടെ -58 ഡിക്രിമെന്റ് ഉള്ളത്. ഇനി സെക്സ് റേഷ്യോ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ 943 ഓർത്ത് വയ്ക്കാൻ. സെക്സ് റേഷ്യോ 2011 943 വുമൺ പെർ 100,000 മെയിൽസ്. സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണല്ലോ. എത്ര പെണ്ണുങ്ങളുണ്ട് 1000 ആണുങ്ങളുടെ കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് 2011 943. 2001 2010 കുറയ്ക്കാം, 933. ഓക്കെ, ഇനി സെക്സ് റേഷ്യോയുടെ കാര്യത്തിൽ ഹയസ്റ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാ വെച്ചാൽ ഒബ്വിയസ്ലി നമ്മുടെ കേരളം തന്നെ. എന്നിട്ടും ആൾക്കാർക്ക് ഇവിടെ പെണ്ണില്ല. ഇവിടെ 1000 ആണുങ്ങൾക്ക് 1084 പെണ്ണുങ്ങളുണ്ട്. എന്നിട്ടും ഒരുപാട് ആൾക്കാർക്ക് പെണ്ണില്ലാണ്ട് നടക്കുന്നു. ഇനി അടുത്തത് രണ്ടാമത് വരുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ 1000 ആണുങ്ങൾ 996 പെണ്ണുങ്ങൾ. ഇനി ഏറ്റവും കുറവുള്ള ഹരിയാനയിൽ. പാവങ്ങള് ഹരിയാന 1000 ആണുങ്ങൾക്ക് വെറും. ഇനി യൂണിയൻ ടെറിട്ടറിയുടെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് നമ്മുടെ പുതുച്ചേരിയിലാണ്. പോണ്ടിച്ചേരിയിൽ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞോ, നിങ്ങൾ വേണേ അതിനെ പുതുച്ചേരി എന്ന് പറഞ്ഞോ. പുതുച്ചേരി ഓക്കെ. ഇനി ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ സെക്സ് റേഷ്യോ ലോവസ്റ്റ് ഉള്ള ദമൻ ആൻഡ് ദിയു. ഈ അമ്മൻ കാരനാണ്. അമ്മൻ കുഴപ്പക്കാരനാണ് കേട്ടോ. അമ്മൻ കാരനുള്ള എല്ലാ പെണ്ണുങ്ങളും ഓടിപ്പോയി. ഇനി ഡിസ്ട്രിക്റ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് മാഹിയുള്ള പോണ്ടിച്ചേരി. പുതുച്ചേരിയിലുള്ള മാഹിയിലാണ് ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ ഉള്ളത് ഡിസ്ട്രിക്ട് ബേസിൽ. ഇനി ഏറ്റവും ലോവസ്റ്റ് ദമൻ. ഞാൻ പറഞ്ഞില്ലേ ദമൻ. ഈ അമ്മൻ കുഴപ്പക്കാരനാണ്. സെക്സ് റേഷ്യോ കുറയാൻ പെണ്ണുങ്ങൾ ഓടിപ്പോകാൻ ഏറ്റവും കാരണം ഈ അമ്മനാണ്. ഓക്കെ, ഇനി വരുന്നത് ചൈൽഡ് സെക്സ് റേഷ്യോ നോക്കാം. ചൈൽഡ് സെക്സ് റേഷ്യോ ഓക്കെ. 2011 ഡാറ്റ പ്രകാരം ഇന്ത്യയിലുള്ള ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ 919 ആണ്. 2001 927 കുറഞ്ഞു. 2001 2011 പോകുമ്പോൾ ചൈൽഡ് സെക്സ് റേഷ്യോ കുറഞ്ഞു. 927 നമ്മുടെ രാജ്യത്ത് 2011 ആകുമ്പോൾ അത് വെറും 919 ഉള്ളൂ. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഉള്ള സ്റ്റേറ്റ് നോക്കുമ്പോഴേ ചൈൽഡ് സെക്സ് റേഷ്യോ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഉള്ള സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ്. ഇനി സ്റ്റേറ്റിന്റെ കാര്യം കേട്ടോ. സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് അരുണാചൽ പ്രദേശ്. അരുണ ആരാ മോൻ?
ലോവസ്റ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ഹരിയാന. അവിടെ കേരള ആയിരുന്നു നമ്മുടെ സെക്സ് റേഷ്യയിൽ ഏറ്റവും കൂടുതൽ ലോവസ്റ്റ് ഹരിയാന ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ അരുണാചൽ പ്രദേശ് കയറി വന്നു, അരുൺ കയറി വന്നു. ഇനി യൂണിയൻ ടെറിട്ടറി കേസ് വരുമ്പോൾ ചൈൽഡ് സെക്സ് റേഷ്യോയിൽ ഏറ്റവും കൂടുതലുള്ള ഹയസ്റ്റ് നിൽക്കുന്നത് അവിടെ പുതുച്ചേരി ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ആൻഡമാനായി. ആൻഡമാൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ, ഇനി ലോവസ്റ്റ് വന്നപ്പോൾ ആ യൂണിയൻ ടെറിട്ടറി ഏറ്റവും കുറവുള്ളത് ചൈൽഡ് സെക്സ് റേഷ്യോ ഡൽഹി. ഡൽഹിയിൽ ഏറ്റവും കുറവ് കൊച്ചുങ്ങൾ, പെൺകൊച്ചുങ്ങളിലിട്ടാ. ഇനി ഡിസ്ട്രിക്റ്റിന്റെ കേസ് എടുക്കുമ്പോൾ രാഹുലിനെ വെച്ചാൽ രാഹുൽ കൂടുതൽ ഹൈയസ്റ്റ് ഉള്ള എവിടെ അറിയോ? ഹൈയസ്റ്റ് ഉള്ള ലാഹോൾ. രാഹുലിനെ ഓർത്താൽ മതി. രാഹുൽ ആൻഡ് പ്രീതി, രാഹുൽ ആൻഡ് ദീപ്തി. രാഹുലും ദീപ്തിനെ ഓർത്താൽ മതി. ഇനി ലോവസ്റ്റ് വരുമ്പോഴേ അത് ജാജ കൊണ്ടുപോയി. ജഗ്ഗർ ജാറിലിട്ട് പൂട്ടി. ലോവസ്റ്റ് വരാൻ കാരണം എന്താ? കുട്ടികളെ ജാറിലിട്ട് പൂട്ടി. ലോവസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ എന്താണ്? കുട്ടികളെ ജാറിലിട്ട് പൂട്ടി. ഈ ജാറിലുള്ളത് ഇവിടെ ഹരിയാനയിൽ. ഓക്കെ, ലാഹോർ എൻസിപ്റ്റിയുള്ള ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഹിമാചൽ പ്രദേശിൽ കേട്ടാ. ഹിമാചൽ പ്രദേശിൽ. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്ററസി റേറ്റ്. അയ്യോ, ഇനി അടുത്ത ലിറ്ററസി റേറ്റ് കിടക്കാം. 2001 ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ അത് 64.83%. 2011 ആകുമ്പോഴേക്കും അത് 24.04%. അപ്പോൾ ടോട്ടൽ ഇൻക്രിമെന്റ് വെച്ചാൽ 9.2% ഇൻക്രിമെന്റ്. ക്വസ്റ്റൻ ചോദിച്ചതിന് മുമ്പ് എത്ര ശതമാനം ഇൻക്രിമെന്റ് ആയിരുന്നു? 2001 വരെ 9.2% ഇൻക്രിമെന്റ്. 64 ഡാറ്റ 24, പക്ഷേ 64.8 ആയിരുന്നു, 24.04. ഓക്കെ, ഇനി മെയിൽ എന്ന് പറയുമ്പോൾ മുമ്പ് എത്ര ഇൻക്രിമെന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് 5.6%. ഇപ്പോൾ ഫീമെയിൽസ് എന്ന് ചോദിച്ചാൽ അത് 10.9%. ഓക്കെ, അത് മെയിൽ 82.14. അതാണ് ഇപ്പോഴത്തെ 2011 സെൻസസ് പ്രകാരം മെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ 82.14. 2001 കണക്കെടുപ്പ് പ്രകാരം 25.85, 75.85. ഓക്കെ, അപ്പോൾ എത്ര ടോട്ടൽ ഇൻക്രിമെന്റ് വെച്ചാൽ 5.6% ഇൻക്രീസ് ചെയ്തു. ഇനി ഫീമെയിൽ പോപ്പുലേഷൻ്റെ ലിറ്ററസി റേറ്റ് 2011 എടുത്തപ്പോൾ അത് 65.76%. 2001 എന്ന് പറയുമ്പോൾ അത് 54.16%. ടോട്ടൽ ഇൻക്രിമെന്റ് നോക്കുമ്പോൾ 10.9%. ജസ്റ്റ് ഓർക്കുക, 5 × 2 10 ഇരട്ടിയാണ് ഫീമെയിൽസിന്. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഇനി അടുത്ത ലിറ്ററസി റേറ്റ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ്, ഹയസ്റ്റ് ലിറ്ററസി റേറ്റുള്ള സ്റ്റേറ്റ് ഏതാ? 2011 സെൻസസ് പ്രകാരം കേരളത്തിലാണ്. ഓക്കെ, ഇത് ലോവസ്റ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാ? ലോവസ്റ്റ് ഉള്ള ഏറ്റവും കുറവ് ലിറ്ററസി റേറ്റുള്ള സ്റ്റേറ്റ് ബീഹാറാണ്. ഇത് സ്റ്റേറ്റ്. ഇനി അടുത്ത് യൂണിയൻ ടെറിട്ടറിയിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഉള്ള യൂണിറ്റ് ലിറ്ററസി റേറ്റ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് നമ്മൾ തൊട്ടപ്പുറത്തുള്ള ലക്ഷദ്വീപ്. നമ്മൾ കൊച്ചനിയും, ദാറ്റ് ഇസ് ലക്ഷദ്വീപ്. ഇനി ലോവസ്റ്റ് ഉള്ള എവിടെ? ഡാഡി വന്നു. ഏറ്റവും കൂടുതൽ കുറവുള്ള ഡാഡി ഡാഡ്ര ആൻഡ് നാഗർ ഹവേലി. ഞാൻ പറഞ്ഞു നേരത്തെ ഡാഡി. ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടുതലുള്ള യു ടി ആണ്. പക്ഷെ എന്താണ് ഗ്രോത്ത് റേറ്റ് കൂടുതലോ? വിദ്യാഭ്യാസം ഇല്ലാന്ന് തോന്നുന്നു. ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറിയാണ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി. ഓൾമോസ്റ്റ് 55.5% ഉണ്ട്. പക്ഷേ ഇവിടെ ഇതിലേക്ക് എടുക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് ലിറ്ററസി റേറ്റ് എടുക്കുമ്പോൾ ഏറ്റവും കുറവാണ്. ഇനി ഡിസ്ട്രിക്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഡിസ്ട്രിക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വരുന്നത് സർ ചിപ്പ്. സാറിനെ അല്ലെങ്കിൽ ചിപ്പ് എടുക്കുക, ഓപ്ഷൻ മാർക്ക് സർ ചിപ്പ്. ലോവസ്റ്റ് ഉള്ളത് ഏറ്റവും കുറവ് അലിക്കാണ് കേട്ടോ. അലി രാജ് എന്നൊക്കെ ഇതിൻ്റെ അലി രാജ്പൂർ മധ്യപ്രദേശിലാണ്. സെർച്ചിബിൾ മിസോറമിലാണ്. ഇനി അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹയസ്റ്റ് ഔട്ട് മൈഗ്രേഷൻ. ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് എവിടെയാണ് പുറത്തേക്ക് മൈഗ്രേഷൻ ആൾക്കാർ പെട്ടെന്ന് പോകുന്നത്? സംസ്ഥാനം പണിക്കൊക്കെ ഏത് സംസ്ഥാനം വിട്ടാണ് പെട്ടെന്ന് ആൾക്കാർ പോകുന്നത്? ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ. ഉത്തർപ്രദേശ്. യു പിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. യു പി, ബീഹാർ. ഓക്കെ, ഔട്ട് മൈഗ്രേഷൻ. ഇനി ഹയസ്റ്റ് ഏത് സംസ്ഥാനത്തിന് ഏറ്റവും ആൾക്കാർ ഏറ്റവും കൂടുതൽ പണി അന്വേഷിച്ച് വരുന്നത്? അത് മഹാരാഷ്ട്രയ്ക്കാണ്. മഹാരാഷ്ട്ര സംസ്ഥാനം വിടുന്നത്, ദാറ്റ് ഇസ് യു പി, ബീഹാർ. ഇനി അടുത്തത് വർക്ക് ഫോഴ്സിലേക്ക് കിടക്കാം. വർക്ക് ഫോഴ്സിൽ മെയിൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോഴേ അവിടെ 53.26% മെയിൽ വർക്ക് ഫോഴ്സ് വരുന്നത്. ഇനി ഫീമെയിൽ വർക്ക് ഫോഴ്സ് വരുന്നതോ? അത് ഫീമെയിൽ വർക്ക് ഫോഴ്സ് വരുന്നത് 25.5%. ഓക്കെ, ഇനി അടുത്തത് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഡാറ്റ. ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റൂറൽ ഇന്ത്യ ഏത് സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ കൂടുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൂറൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ആണ് ഹിമാചൽ. ഇനി അർബൺ ഇന്ത്യയിൽ ഏറ്റവും
റൂറൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഹിമാചലിലും ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ അർബൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള തമിഴ്നാട്ടിലും. ഓക്കെ, ഇനി അടുത്ത റിലീജിയൻ്റെ ഒരു ടോപ്പിക് കൂടി ഉണ്ട്. റിലീജിയൻ 2011 സെൻസസ് പ്രകാരം എത്ര ഹിന്ദുക്കൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് 79.8%. ഇനി ഇസ്ലാം മതക്കാർ ദാറ്റ് ഈസ് 14.23%. ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നവരോ 2.3%. ഇനി സിഖ് മതക്കാരോ സിക്കിസം ദാറ്റ് ഈസ് 1.72%. ഇനി അടുത്ത് വരുന്ന ബുദ്ധിസം ഫോളോ ചെയ്യുന്നവർ ദാറ്റ് ഈസ് ജസ്റ്റ് 0.7% ആൾക്കാർ. ഇനി ജൈനിസം ഫോളോ ചെയ്യുന്നവർ ഇന്ത്യയിൽ 0.37%. ഓക്കെ, ഇനി എത്തിയസ്റ്റ് നോ റിലീജിയൻ ഫോളോ 0.9% ഉണ്ട്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിസം കണ്ടുവരുന്ന സംസ്ഥാനം ഏതാ വെച്ചാൽ മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി കണ്ടുവരുന്ന സംസ്ഥാനം ഇന്ത്യയിൽ വെച്ചാൽ നമ്മുടെ കേരളമാണ്. ഇനി ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഇന്ത്യയുടെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇനി ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ ഉള്ള സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ഇനി ഹയസ്റ്റ് പെർസെൻറ്റേജ് ഹിന്ദു പോപ്പുലേഷൻ എടുത്താൽ അത് ഹിമാചലിലേക്കായിരിക്കും. ഹയസ്റ്റ് ഹിന്ദു പോപ്പുലേഷൻ ഉത്തർപ്രദേശിൽ, ഹയസ്റ്റ് പെർസെൻറ്റേജ് ഹിന്ദു പോപ്പുലേഷൻ ഉള്ളത് ഹിമാചൽ പ്രദേശ്. ഇനി ഹയസ്റ്റ് മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് ലക്ഷദ്വീപിലാണ്. അവിടെ 96.5% ആൾക്കാരും ജീവിക്കുന്നവരുള്ള 96.5% ആൾക്കാരും മുസ്ലിങ്ങളാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്.